ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും ക്രിസ്മസ് ആയിട്ടും വിഷായിട്ടും മോണായിട്ടും ഞങ്ങളുടെ കൗൺസിലർ ബിന്ദു ശശികുമാർ എന്തായാലും ഓരോ ഗിഫ്റ്റ് ഞങ്ങൾക്ക് തരാറുള്ളതാണ്. ഈ കൊല്ലം ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ കൈനീട്ടം കിട്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ. അന്ന് ഞങ്ങൾക്കിപ്പോൾ സന്തോഷമാണ്. ഞങ്ങൾക്ക് എന്താ പറയുക, ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾക്ക് ഇതൊരു പ്രതീക്ഷയാണ്. ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഒരു ഇതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടി, കൈനീട്ടം കിട്ടി. വാർഡ് കൗൺസിലറിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പുഞ്ചിരി, വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിരിക്കുന്ന ചിരിയല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരിയാണ്. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവമാണ്. അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടല്ല നമ്മുടെ വാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി നഗരസഭ 23-ാം വാർഡിലെ ഈ അംഗൻവാടി കുട്ടികൾക്ക് അക്ഷരജ്വാല പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു പല നന്മയാർന്ന പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു അംഗൻവാടിയാണ്. എല്ലാ ആഘോഷവേളകളിലും ചാലക്കുടി നഗരസഭയിൽ ഒരു വാർഡിലും ഇല്ലാത്ത കിറ്റുകൾ, ഭക്ഷ്യ കിറ്റുകൾ സമ്മാനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ കൗൺസിലർ അമ്മയായിട്ടുള്ള ബിന്ദു ശശികുമാർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയമേകുന്ന ഭക്ഷ്യ കിറ്റുകളുമായിട്ട് കൈനീട്ടം നൽകാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടക്കുന്നത്. നമുക്ക് അംഗൻവാടിയിലേക്ക് കയറിച്ചില്ല. പൂത്തുലഞ്ഞ കൊന്നപ്പൂക്കൾ വരവറിയിക്കുന്ന ഐശ്വര്യത്തിൻ്റെ പുതുവർഷ പുലരിയായ വിഷുദിനവും ജീവിതത്തിൽ നമ്മെ തേടിയെത്തുന്ന ഏത് ദുരനുഭവത്തെയും മറികടക്കുവാൻ കരുത്തുപകരുന്ന പ്രതീക്ഷയുടെ ദിനമായ ഈസ്റ്ററും ആഗതമാകുന്ന ആഘോഷങ്ങളുടെ പൊന്നുരുകും കാലം. ഈ ആഘോഷക്കാലത്ത് ചാലക്കുടി നഗരസഭയിലെ 23-ാം വാർഡിൽ എല്ലാവരും സന്തോഷഭരിതരാണ്. ഋതുഭേദങ്ങളുടെ പകർന്നാട്ടത്തിനിടയിൽ വിരുന്നൊരുക്കുന്ന ആഘോഷ ഉത്സവ നാളുകളെ വരവേൽക്കുന്നവർക്കിടയിൽ ചിലർ മൗനം പൂണ്ടു നിൽക്കുന്നത് കാണാം. തങ്ങളുടെ നിത്യശോചനീയമായ അനുഭവ കാഴ്ചകളെ വീണ്ടും വീണ്ടും കണി കാണുന്ന കുറച്ചുപേർ. എന്തു വിഷു, എന്തു ഈസ്റ്റർ. ഇവിടേക്കാണ് ഒരു ജനപ്രതിനിധി, ചാലക്കുടി നഗരസഭയുടെ കൗൺസിലർ അമ്മയായ ബിന്ദു ശശികുമാർ ചെറുപുഞ്ചിരിയോടെ കടന്നു വരുന്നത്. ആഘോഷങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും വീടുകളിലെ അടുപ്പിൻ കല്ലുകൾ അഗ്നിനാളങ്ങളെ പ്രണയിക്കണം. ആഘോഷ ദിനങ്ങളിൽ 23-ാം വാർഡിൽ ആരുടെയും കണ്ണീർ ചോറ്റുപാത്രങ്ങളിൽ വീഴരുതെന്ന് ഈ ജനപ്രതിനിധിക്ക് വാശിയുണ്ട്. ചാലക്കുടി നഗരസഭയിലെ മറ്റു വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ആഘോഷങ്ങളിലും കിറ്റുമായി കൗൺസിലർ അമ്മയെത്തും. അതിന് സാക്ഷ്യം വഹിക്കാൻ ഈ അംഗൻവാടിയും. ഇത്തവണ തൻ്റെ പ്രിയപ്പെട്ട കേശങ്ങൾ ക്യാൻസർ രോഗികൾക്ക് മുറിച്ചു നൽകിയ ബിന്ദു ശശികുമാർ എന്ന ജനപ്രതിനിധിയുടെ വേറിട്ട മുഖമാണ് വാർഡിലുള്ളവർ കണ്ടത്. ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെയും ചില നന്മകൾ ചെയ്യാൻ സാധിക്കും. ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന പുതുവർണ്ണ ഋതുശോഭയായി ഇനിയും ആഘോഷങ്ങൾ കടന്നുവരും. ഒപ്പം ആഘോഷങ്ങളെ വരവേൽക്കാൻ നന്മകൾക്കായി നമുക്ക് കൈകോർക്കാം. പ്രചോദനമായി ബിന്ദു ശശികുമാർ എന്ന ജനപ്രതിനിധിയുടെ പ്രവൃത്തി പദങ്ങൾ മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വാർഡിലെ ഒരു പ്രത്യേക സവിശേഷതയാണ് വർഷത്തിലൊരു ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ഫാമിലികളിലെങ്കിലും ഒരുവിധം കാര്യങ്ങളൊക്കെ വലിയ ഭംഗം കൂടാതെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കിറ്റ് വിതരണം കൊണ്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. വിഷു എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ ഒരു പുതുവത്സരമായിട്ടാണ് കണക്കാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല സമൃദ്ധി ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചപ്പോൾ ഈസ്റ്ററും അതുപോലെ വിഷുവും പിന്നെ റംസാനും ഈദും ഒരുമിച്ച് വരുന്നൊരവസരമായിരുന്നു. ഇപ്രാവശ്യം ഈദ് ഒരു അല്പം കടന്നുപോയി. നമ്മൾ ഇനിയിപ്പോൾ ഈസ്റ്ററും വിഷുവാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു പ്രത്യേക അവസരത്തിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ധാരാളമായിട്ടുണ്ടാകട്ടെ. നമുക്ക് ഈ ഒരു കൂട്ടായ്മ അത് പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും പോകാതെ സമാധാനത്തോടു കൂടി എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു കൊടക്കീഴിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മനോഭാവം ദൈവം ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെന്ന് ആശംസിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ഒരു നല്ല വാക്കുകൂടി പറയുകയാണ്. നമ്മുടെ വാർഡ് കൗൺസിലർ ഇപ്രാവശ്യം മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുടി മുറിച്ചിട്ടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ നമ്മുടെ കിറ്റ് വിതരണത്തിൻ്റെ സമയത്ത് ആൾക്ക് നല്ലപോലെ മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കണ്ടാൽ കുറച്ചുകൂടി മോഡേൺ ആയ പോലെ തോന്നുന്നു. എന്തായാലും ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പലർക്കും തോന്നാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് നമ്മുടെ വാർഡ് കൗൺസിലറിനെ പ്രത്യേകമായിട്ട് ഇവിടെ കൂടിയിട്ട് എല്ലാവർക്കും പേര് അഭിനന്ദിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ നമ്മുടെ വാർഡിൽ ഇപ്പോൾ വിഷു ഈസ്റ്റർ പ്രമാണിച്ച്
നമ്മൾ എല്ലാ തവണയും അതെ ഒരു ഈസ്റ്റർ, വിഷു, ഓണം, പിന്നെ ക്രിസ്മസ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ നോക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്രാവശ്യവും നമ്മൾ സന്തോഷം ആഘോഷിക്കുമ്പോൾ അതുപോലെ തന്നെ അവരും സന്തോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സുമൻസുകളുടെ കുറച്ച് പേരുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നമ്മൾ കുറച്ച് കിറ്റുകൾ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കാർമൽ സ്കൂളിലെ അക്കാദമിയിലെ പ്രിൻസിപ്പൽ യേശുദാസ് അച്ഛനായി സംസാരിച്ചപ്പോൾ ഫാദർ അപ്പോൾ തന്നെ യെസ് പറഞ്ഞ് മറുപടി അയച്ചു. എല്ലാ കാര്യത്തിനും നമ്മുടെ വാർഡിൽ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല, ഫാദർ നമ്മളുടെ ഒപ്പം, നമ്മുടെ വാർഡ് 23-ൻ്റെ ഒപ്പം എല്ലാ നല്ല കാര്യത്തിനും ഒപ്പം കൂട്ടായി നിൽക്കുന്ന ഒരു ഫാദറാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ സുമനസ്സുകളായ കുറേ നിരവധി പേരുകളുണ്ട്. ജെയിംസ് അങ്കിള്, നിത്യദാസാറ്, ചാക്കോ പടിക്കല്ല, അതുപോലെ അച്ചാമ്മ ടീച്ചർ, പിന്നെ നമ്മുടെ സോഷ്യൽ കെയർ ഫൗണ്ടേഷൻ, എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ ദിലീപാണ് നമ്മൾക്ക് ഒരു 10 കിറ്റിനുള്ള സഹായം തന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് നിരവധി സുമനസ്സുകൾ നമ്മളെ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ എല്ലാം ഈ നിമിഷത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമ്മളെക്കാൾ പാവപ്പെട്ട മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് അങ്ങനെയുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ 23-ാം വാർഡിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. 36 വാർഡിലും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ 23-ാം വാർഡിൽ നമ്മൾ എല്ലാ 3-4 മാസം കൂടുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കാർമൽ HSS, കാർമൽ അക്കാദമി, SH കോളേജ്, അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ സുമനസ്സുകളായ എല്ലാവരും നമ്മളെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പല രീതിയിലുള്ള സാമ്പത്തിക ഘടനയാണുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ആഘോഷിക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിൽ നമ്മുടെ കൗൺസിലറുടെ പരിശ്രമ ഫലമായിട്ട് എല്ലാ സുമനസ്സുകളും കൂടി ഒരുമിച്ച് ഉള്ളവരും ഇല്ലാത്തവർക്ക് സംഭാവന ചെയ്തും കിറ്റ് വിതരണം നടത്തിയും അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒരു എൻ്റെ സ്പാനാണ്. അതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ ശക്തരാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ട്രഗിളിനെയും നേരിട്ട് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ്, എന്നെ തന്നെ സ്നേഹിക്കുക, നല്ല സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വളർത്തുക, എല്ലാത്തിനും നേരിടാൻ ഒരു ജീവിതമുള്ളൂ നമുക്ക്. നമ്മളെല്ലാ കൊല്ലം എല്ലാ വിശേഷങ്ങൾക്കും ഒരുവിധം ബിന്ദുവിനെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഒരുവിധം പേർക്ക് ആരും ഈ വിശേഷ സൊസൈറ്റി പട്ടിണി അടക്കാൻ പാടില്ല എന്നുള്ള തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കണക്കാക്കാതെ ഈ ആഘോഷ ദിവസങ്ങളിലെങ്കിലും നമ്മൾ നന്നായിട്ട് ഒരു നേരത്തെ ഭക്ഷണം നല്ല സമൃദ്ധിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ട് തന്നെയാണെങ്കിലും അതിന് മുൻകൈയിട്ട് ഇറങ്ങുന്ന ബിന്ദുവിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ബിന്ദു വാർഡ് കൗൺസിലറായി വന്നതിന് ശേഷം വിഷു ആയാലും ഓണമായാലും ഈസ്റ്റർ ആയാലും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരേപോലെ സന്തോഷത്തോടു കൂടി ഈ ആഘോഷങ്ങളെല്ലാം ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അവൾ തരുന്ന കിറ്റ് എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ സന്തോഷവതിയാണ് ഞങ്ങളെല്ലാവരും. വേറെ ഒരു വാർഡിലില്ലാത്ത കാര്യങ്ങൾ എന്നൊരു ഇതായാലും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ബിന്ദുവിനെ ഒരു കാലത്തും മറക്കാൻ പറ്റാത്തതാണ്. ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങൾ ചോദിച്ചും അന്വേഷിച്ചും കണ്ടുപിടിച്ചും ഒരു വാർഡിലില്ലാത്ത കാര്യങ്ങളാണ് അവൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവളോട് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താണ്. ഇനിയും അവൾക്ക് വീണ്ടും ഇതിൽ തന്നെ വരാനും ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ഇനിയും സംരക്ഷിക്കാനുള്ള ദീർഘായുസ്സും അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.